വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലപ്രവൃത്തികൾ 11 അധ്യായം 28 വാക്യം. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. 4ാമത്തെ റോമ ചക്രവർത്തിയായിരുന്നു ക്ലൗദ്യോസ്. ക്രിസ്തുവർഷം 41 കാലിഗുല എന്ന ഭരണാധികാരിയുടെ പിൻഗാമിയായിരുന്നു ക്ലൗദ്യോസ്. ക്ലൗദ്യോസിന്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഹെരോദ അഗ്രിപ്പായുടെ നിർദ്ദേശപ്രകാരം ധാരാളം ഭീഷണികൾ നേരിടേണ്ടതായിട്ട് വന്നു. ഈ കാലത്താണ് അപ്പോസ്തലനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊലപ്പെടുത്തിയത്. ഈ സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 12 അധ്യായം 2 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്ലൗദ്യോസ് ചക്രവർത്തിയുടെ കാലത്തായിരുന്നു പ്രവാചകനും പ്രബോധകനുമായ അഗബോസ് പ്രവചിച്ചതുപോലെ മഹാക്ഷാമം ഉണ്ടാകുന്നത്. ഈ പകൽക്കാലം ക്ലൗദ്യോസിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അല്പമായി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഇദ്ദേഹം സദാ രോഗിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. എങ്കിലും ഭരണം നല്ല രീതിയിൽ നടത്തിയിരുന്ന ഒരു ഭരണാധികാരി ആയിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ രാജാവിൻ്റെ കാലഘട്ടത്തിൽ റോമ നഗരത്തിൽ ഭയങ്കരമായ ക്ഷാമം ഉണ്ടായി. എന്നാൽ അവയെ എങ്ങനെ അതിജീവിച്ചു എന്ന വിവരണമൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ക്ലൗദ്യോസിന്റെ കാലത്ത് റോമ നഗരത്തിൽ യഹൂദന്മാർ പരസ്പരം കലഹവും വാഗ്വാദവും ഉണ്ടായതായി പറയപ്പെടുന്നു. എന്നാൽ ഈ രാജാവിൻ്റെ പ്രത്യേകത പൊതുവെ യഹൂദന്മാരോട് അനുകൂലമായ മനോഭാവമായിരുന്നു. എന്നാൽ ക്ലൗദ്യോസിന്റെ ഭരണകാലത്തിൻ്റെ മധ്യത്തോടുകൂടി യഹൂദന്മാരുടെ കലഹം കാരണം യഹൂദന്മാർ റോമ നഗരം വിട്ടുപോകണമെന്ന കൽപ്പന ക്ലൗദ്യോസ് ചക്രവർത്തിക്ക് പുറപ്പെടുവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ക്രിസ്തുവർഷം 50-ാം ആണ്ടിൽ യഹൂദന്മാരെ ആകമാനം റോമ നഗരത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം 2 വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദ്യോസ് കൽപ്പിച്ചതുകൊണ്ട് എന്ന്. യഹൂദ ജനങ്ങളുടെ കലഹം നിമിത്തമാണ് ക്ലൗദ്യോസ് ചക്രവർത്തിക്ക് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്ലൗദ്യോസ് ചക്രവർത്തിയുടെ ഭരണകാലത്താണ് വിശുദ്ധ പൗലോസും മറ്റ് അപ്പോസ്തലന്മാരും ക്രിസ്തുമതത്തെ അന്യദേശങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനായി യാത്രകൾ ചെയ്തിരുന്നത്. എന്നാൽ ക്രിസ്തുവർഷം 54-ാം ആണ്ടിൽ ക്ലൗദ്യോസ് വധിക്കപ്പെടുകയും തുടർന്ന് നീറോ കൈസറായിട്ട് അഥവാ ചക്രവർത്തിയായിട്ട് തീരുകയും ചെയ്യുന്നു. ക്ലൗദ്യോസിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിഷം കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം കൊല്ലപ്പെട്ടതായും ചരിത്രങ്ങളിൽ പറയുന്നു. ഏതായാലും ഈ ചക്രവർത്തിയുടെ കാലത്ത് സുവിശേഷത്തിൻ്റെ വ്യാപനം നടന്നു എന്ന് നമുക്ക് കരുതാവുന്നതാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സുവിശേഷം മറ്റുള്ളവർ അറിയുന്നതിനു വേണ്ടി ഒരു ചുവട് വയ്ക്കുവാൻ, ഒരു ചെറു വിരലനക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്കും ലഭ്യമാകുന്ന താലന്തുകളും സാഹചര്യങ്ങളും ഉപയോഗിച്ച് സുവിശേഷ വ്യാപനത്തിൽ പങ്കുകാരാകാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൈവിക പദ്ധതി നിറവേറ്റുവാൻ അവിടുത്തെ തൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങൾക്ക് ഇണങ്ങിയ ആയുധങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. ആമേൻ.